മോള് 1.5 വർഷമായിട്ട് പുനർജനി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പോകുന്നുണ്ട് വലിയ കുന്ന്. അവൾ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ഈ മാസം 8-ാം തീയതി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഡ്രസ്സ് ഊരിയപ്പോൾ ഒരു പൊള്ളിയ പാട് കയ്യുമ്പോൾ കണ്ടു. ആ പൊള്ളിയ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവളോട് എന്താതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പന്തടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട് കയ്യുമൊരു പൊള്ളി അടയാളമുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അവളെന്താ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞത് പിന്നെ ബാറ്റടിച്ചു പന്തടിച്ചു എന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ആ ഫോട്ടോ ഞങ്ങൾക്ക് വിട്ടേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ വിട്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് പൊള്ളിയതാണല്ലോ, ഇത് ഇവിടുന്ന് സംഭവിച്ചൊന്നുമല്ല, ഇത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾ അവളോട് തന്നെ ചോദിച്ചു നോക്കിയെന്നും പറഞ്ഞു. അങ്ങനെ അവൾ പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ തന്നെ പറയുന്നത് വേറൊന്നും പറയണില്ല. പിറ്റേ ദിവസമല്ല ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച വീണ്ടും ഞാൻ അവളോട് രാവിലെ ചോദിച്ചു എന്താ മോളെ ഉണ്ടായത്, എന്താ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൾ കാവ്യ ടീച്ചർ ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചിട്ട് പൊള്ളിച്ചതാണെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ വെച്ചതാണെന്ന് പറഞ്ഞു, ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ മാഡത്തിന് വിളിച്ച് വിവരം പറഞ്ഞു ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞു അത് നിങ്ങൾ വണ്ടിയിലൊക്കെ പറഞ്ഞേക്കണല്ലേ, ഓട്ടോറിക്ഷയിൽ നിന്ന് പൊള്ളിയിട്ടുണ്ടാവും, പിന്നെ ഇവിടുന്ന് എന്താ കുട്ടികളങ്ങനെ പൊള്ളിച്ച് പറഞ്ഞേക്കല്ലേ, പിന്നെ അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കാവ്യ ടീച്ചർ സ്കൂളിൽ തിരിഞ്ഞ് വരില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ 1-2 സംസാരിച്ചും കൂടി എന്നോട് പറഞ്ഞു നിങ്ങൾ നാളെ എന്തായാലും വരുമെന്ന് പറഞ്ഞു, സ്ഥാപനത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വൈകുന്നേരം പറഞ്ഞു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, എല്ലാ അമ്മമാരും നിർബന്ധമായിട്ടും മീറ്റിങ്ങിന് വരണം 2 മണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടികൾ എടുക്കൂല പറഞ്ഞു. അപ്പോൾ ഞാൻ 2 മണിക്ക് മീറ്റിങ്ങിന് മോളിങ് കൂട്ടി പോയി. ആ കുട്ടി അവിടെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കുട്ടികൾ ഫ്രണ്ടിൽ കൂടി കയറും, ഞാൻ ബാക്കിൽ കൂടിയാണ് കയറിയത്. അപ്പോൾ ഞാൻ ബാക്കിൽ കൂടെ കയറി ഈ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കുട്ടീനെ കാണില്ല, അപ്പം തന്നെ ചെന്നപ്പോൾ കാണില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മാഡും ടീച്ചർമാരും കൂടെ പറയിപ്പിക്കുകയാണ്. പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് പുള്ളിന്ന് എന്തോ പറഞ്ഞു കൊടുക്കണം എനിക്കറിയില്ല, എന്തോ പറയിപ്പിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അത് കണ്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞിപ്പോൾ നിങ്ങളാണ് നുണ പറയുന്നത്, കുട്ടി പറഞ്ഞ് കണ്ടില്ലേ റീനു ഇവിടെ വാ, എന്താ എൻ്റെ കയ്യിൽ സംഭവിച്ചു പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കൊള്ളിയതാണ്. അങ്ങനെയാണ് ഉണ്ടായിട്ട് പിന്നെ ആ സ്ഥാപനത്തിലെല്ലാ പിന്നെ അമ്മമാരെ വിളിച്ച് മൊത്തത്തിൽ ഇന്ന മാത്രം ഇട്ട് വഷളാക്കുക. ഓരോന്ന് കുട്ടി ഇന്ന പോലെയാണ്, കുട്ടിക്ക് 25 വയസ്സായി, ഇവിടെ ടീച്ചർമാർക്ക് 23 ആയിട്ടുള്ളൂ, കുട്ടിക്ക് ഉള്ള ശക്തി ടീച്ചർമാർക്കില്ല, പിന്നെ കുട്ടി വായിൽ വന്ന് തെറി വിൽക്കും, പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടീനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ പച്ച സ്ഥാപനം ഒരു ദിവസം പൂട്ടിയാലും പിറ്റേ ദിവസം തുറക്കാൻ എനിക്കറിയാം, അത്രയും പിടിപാടുള്ള ഒരാളാണ് ഞാൻ. എന്ത് പരാതി അവിടെ കൊടുത്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഈ കുട്ടിക്കൊരു ഇങ്ങനെ സുഖമില്ലാത്തൊരു കുട്ടീനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത രക്ഷിതാവ് സ്വാഭാവികമായിട്ട് ചോദിക്കും, ഒരു മാനസിക പ്രശ്നമുള്ള ഒരു കുട്ടീനെ ഇങ്ങനെ ഒരു പിന്നെ കൈ പൊള്ളിക്കുമ്പോൾ രക്ഷിതാക്കൾ ആരും ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി എല്ലാവരും പറഞ്ഞു. അപ്പോൾ അവരെ സ്ഥാപനത്തിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല, നിങ്ങൾ നുണ പറയുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടീനോട് അവർ പഠിപ്പിച്ചൊരു സംഭവം അവരെ കാണുമ്പോൾ പറയുന്നൊരു ആ കുട്ടി പേടിച്ചിട്ട് പറയും. ഇപ്പോഴും ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ആ കുട്ടി പേടിച്ചിട്ടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് തിരിച്ചും തിന്നിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരിക്കുന്ന സംഭവം ഇന്നലെ ഗൾഫിൽ നിന്നൊരു ടീമാണ് നമുക്ക് എടുത്തിട്ട് വിട്ടുന്നത്. നമ്മളാ ഈ സംഭവം എടുത്തത് അന്ന് ഇവർ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ നമ്മളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ കണ്ടത്. അപ്പോൾ അവരോട് പ്ലാൻ ചെയ്തുള്ളൊരു പരിപാടി നടത്തുന്നത്. പിന്നെ ആ സ്ഥാപനത്തെ പറ്റി വലിയെന്നുള്ളതും പരിസരത്തുള്ളവർക്ക് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് നാട്ടുകാർക്ക്. അവിടെ അന്വേഷിച്ചാൽ തന്നെ അറിയാം. ഞങ്ങള് പിന്നെ ആ മെമ്പർക്കാണല്ലോ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് ഡയറക്റ്റ് അവർക്കല്ല പറഞ്ഞു, നേരെ വഴിക്ക് നേരെ പോലെ വന്നോണ്ട് ആ ഭാഗത്തുള്ള മെമ്പർക്കാണ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ മെമ്പർ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കാൻ എന്തേ പറ്റി, എന്ത് സംഭവിച്ചു, ഈ കാര്യമായി കാരണം കളിച്ചു. പിന്നെ ഈ സ്ഥാപനത്തിന് തന്നെ സർക്കാർ അംഗീകാരം ഇരുമ്പളം പഞ്ചായത്തിന്റെ അംഗീകാരം ഒന്നുമില്ല, ലൈസൻസോ കാര്യമൊന്നുമില്ല. ക്യാമറ ഇല്ല ഇവിടെ, പിന്നെ ഒരു ആയമാരില്ല ഇവിടെ, ഒക്കെ ഈ അമ്മമാർ എന്നും തിരക്കും തല്ലിക്കാരോ, 4 ദിവസം ഒരാൾ വന്നാൽ 4 ദിവസം ഒരാൾ വരണം, അങ്ങനെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല, ഞാൻ അതുകൊണ്ട് കാശ് തരാൻ പറഞ്ഞിട്ട് ആദ്യം 500 ആയിരുന്നു. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കാണെന്ന് പറഞ്ഞിട്ട് 500 കൂടെ കൂട്ടിയിട്ട് 1000 രൂപയും അവിടെ ഇപ്പോൾ അവർ വാങ്ങുന്നത്. ഇപ്പം എന്നോട് ആ മീറ്റിങ്ങിൽ പറഞ്ഞു എത്ര വയ്യാത്തവരുടെ പച്ചക്കറിയെങ്കിലും അരിഞ്ഞ് തരാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ബിസിയുള്ള ആളല്ലേ, നിങ്ങൾ ഇവിടെ കുട്ടീനാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ഞാൻ കാശ് തരുന്നത്. അപ്പോൾ ആ കാശ് ഇപ്പോൾ ആർക്കും കൊടുക്കണമെന്നില്ല, ഇവിടെ അമ്മമാർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ ഈ മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി 3000 രൂപ ആ മാഡത്തിന് അയച്ചു കൊടുത്തിട്ട് ഈ മാസത്തെ ഫീസ് അടക്കം അതിൻ്റെ ഒപ്പം ഞാൻ ആവണേൻ്റെ മുന്നേ തന്നെ ആ ഫീസ് 5000 രൂപ ഞാൻ മൊത്തത്തിൽ അയച്ചു കൊടുത്ത്. 1000 രൂപയാണ് ഫീസ്. അവിടെ ആകെ 20-25 മേൽക്കില്ല.